ആ മയ്യത്ത് കുളിപ്പിക്കൽ അറിയുന്നവർ ഇന്ന് വിരളമാണ്. ഏതെങ്കിലും മൊല്ലമാര് വേണം, ഏതെങ്കിലും മുക്രിമാര് വേണം. പാപ്പ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കാൻ മക്കൾക്കറിയില്ല. അതുപോലെ ബന്ധുക്കൾ മരിച്ചാൽ അതുപോലെയുള്ളവർക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ ഇന്ന് പരിചയമില്ല. അതിനൊക്കെ കൂലിക്കാരെ നിശ്ചയിക്കുന്ന കാലമായി മാറിപ്പോയി. അതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിക്കാൻ ഇപ്പോൾ ഇവിടെ സമയമില്ല. മയ്യത്ത് പരിപാലനവും മയ്യത്ത് സംസ്കരണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രത്യേകമായ ഒരു വിഷയം തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആ വിഷയങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി മരിച്ചുപോയ പിതാവിന്റെ, മാതാവിന്റെ, ബന്ധുജനങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ബാധ്യതയുള്ള മക്കളും ഭർത്താവ് പോലെയുള്ളവർക്ക് ആ കാര്യങ്ങൾ വേണ്ടതുപോലെ പഠിച്ച് പ്രവർത്തിക്കുക. അതുപോലെ മയ്യത്ത് നിസ്കാരം അതറിയാവുന്ന മക്കളിന്ന് വളരെ വിരളമാണ്. പാപ്പ മരിച്ചാൽ പാപ്പയുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയില്ലാത്ത മക്കളാണ് അധിക പേരെങ്കിൽ സഹോദരന്മാരെ, ആ ഭാഗത്തേക്ക് ഇപ്പോൾ ചർച്ച ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മനുഷ്യൻ അതാ പോകുന്നു ഖബറിലേക്ക്. സുന്ദരമായ ആ വീടിന്റെ ഉള്ളിൽ AC റൂമിൽ, ഡെല്ലപ്പിന്റെ ബെഡിൽ, യൂറോഫ്ലെക്സിന്റെ ബെഡിൽ, യാത്രിക സൗകര്യത്തോടുകൂടി TV ഉണ്ടൊരു ഭാഗത്ത്, റേഡിയോ മറുഭാഗത്ത്, ടാക്സ് സംവിധാനം വേറൊരു ഭാഗത്ത്, കേബിൾ വയർലെസ്, അതുപോലെ കോഡ്ലെസ് ഫോണുകൾ, ഇങ്ങനെ വേണ്ട സുഖങ്ങളുടെ, സൗകര്യങ്ങളുടെ മലമൂത്ര വിസർജനത്തിന് അവന് പുറത്തു പോകേണ്ടതില്ല. അവന്റെ റൂം ബാത്ത് അറ്റാച്ച്ഡ് റൂമിൽ കിടന്നുറങ്ങുന്ന മനുഷ്യൻ ഇന്നതാ പോകുന്നു എങ്ങോട്ട്? ശ്മശാനത്തിലുള്ള കുഴിമാടത്തിലേക്ക്. ആ കുഴിമാടത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. ഓരോ ആളുകളും മയ്യത്ത് കട്ടിലിന്റെ രണ്ട് ഭാഗത്തും നിൽക്കുന്നു. എന്നിട്ടതാ മയ്യത്ത് കട്ടിൽ തോളിൽ വെച്ചുകൊണ്ട് പോകുന്നു. ആ പോകുന്ന സമയത്ത് അവരതാ വിളിച്ചു പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിന്റെ ശോകമൂകമായ അന്തരീക്ഷത്തിൽ ആ മയ്യത്ത് തോളിലേക്ക് എടുത്തു വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയരുന്നു, ദഹാസങ്ങൾ ഉയരുന്നു, മാറത്തടിച്ചുകൊണ്ട് നിലവിളി ഉയരുന്നു. ആ നിലവിളിയെല്ലാം വീട്ടിലുയർന്നുകൊണ്ടിരിക്കുമ്പോഴും ആരും പറയുന്നില്ല, ഈ മയ്യത്തിനെ നമുക്കിവിടെ വെക്കാം, നമുക്കിവിടെ സൂക്ഷിക്കാം. തന്റെ പ്രിയപ്പെട്ട പ്രാണപ്രേയസിയായ തന്റെ ജന്മസാഫല്യമായ ഭാര്യ വന്നിട്ട് പറയുന്നില്ല, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ജഡം കുഴിച്ചുമൂടാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ അതിന് ഒരിക്കലും അനുവദിക്കില്ല, എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വച്ചിട്ട് പോകൂ എന്ന് ഇന്നുവരെ ഒരു പെണ്ണിനും പറയാൻ ധൈര്യം വന്നിട്ടില്ല. അഥവാ അവൾ പറഞ്ഞു പോയാൽ തന്നെ 3 ദിവസം അവളുടെ കസ്റ്റഡിയിൽ ആ മയ്യത്ത് സൂക്ഷിക്കും. 3 ദിവസം കഴിഞ്ഞാൽ ആ മയ്യത്ത് ജീർണിച്ച് ചീഞ്ഞ് നാറി വാസനിച്ചിട്ട് ദുർഗന്ധം നാസാരന്ധ്രങ്ങളെ തകർക്കുമ്പോൾ ആ ഭാര്യ വന്നിട്ട് പറയും, ഈ മനുഷ്യന്റെ ശവം കൊണ്ടുപോയി ഒന്ന് കുഴിച്ചു മൂടുക, ഇനി ഇവിടെ വച്ചാൽ ഇവിടെയൊന്നും നിൽക്കാൻ കഴിയുന്നില്ല, അസഹ്യമായ ദുർഗന്ധം എന്ന് പറഞ്ഞിട്ട് ഉച്ചിച്ചു തള്ളുമ്പോൾ സഹോദരന്മാരെ ആലോചിക്കുക, ആ മയ്യനെയും കൊണ്ടങ്ങ് പോവുക. ആ പോക്കങ്ങ് പോകുന്ന അവസരം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സുന്ദരമായി ആരം നമുക്ക് ചിത്രീകരിച്ചു തരുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹീഹായ ഹദീസിൽ ആ ഖബറിലേക്കുള്ള പ്രയാണത്തിന്റെ രംഗം പ്രവാചക പ്രഭു ചിത്രീകരിച്ചു തന്നിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നു, ഇദാ ഉദിഅത്തിൽ ജനാസത്തു ഫഹ്തമലഹ الرجال على عناقهم فإن كانت صالحة قالت قدموني فإن كانت غير صالحة قالت يا ويلها أين تذهبون بها يسمع صوتها كل شيء إلا الإنسان ولو سمع الإنسان لصعقا قال رسول الله.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇദാ വുദിഅത്തിൽ ജനാസത്തു, ജനാസയെ വെക്കപ്പെട്ടാൽ ഫഹ്തമല അർരിജാലു അലാ അഅനാഖിഹിം, പുരുഷന്മാർ അവരുടെ തോളിൽ ചുമന്നുകൊണ്ട് ആ മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ, ആ മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന മനുഷ്യനെ തോളിൽ വെച്ചുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്താൽ, ആ മയ്യിത്ത് കട്ടിലിൽ കിടന്ന മനുഷ്യൻ സ്വാലിഹായ നല്ല മനുഷ്യനാണെങ്കിൽ, സുകൃതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ അവന്റെ പ്രീതിയിലും സമയം ചിലവഴിച്ച സ്വാലിഹായ മനുഷ്യനാണ് എങ്കിൽ, ആ മയ്യിത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് പറയും, ഖാലത്ത് ഖദ്ദിമൂനി, ഖാലത്ത് ഖദ്ദിമൂനി, എന്നെ വേഗം നിങ്ങൾ ഖബറിലേക്ക് എത്തിക്കുക, എന്നെ ഒന്ന് പെട്ടെന്ന് ഖബറിലേക്ക് നിങ്ങൾ എത്തിക്കുക, സ്പീഡിൽ നടക്കുക എന്ന് ആ മയ്യിത്ത് വിളിച്ചു പറയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, വഇൻ കാനത്ത് ഗൈറ സ്വാലിഹാ, ആ മയ്യിത്ത് കട്ടിലിൽ കിടക്കുന്ന മനുഷ്യൻ തമ്മാടിയായ മനുഷ്യനാണ്, സൽക്രമങ്ങൾ പ്രവർത്തിക്കാത്ത മനുഷ്യനാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിലും പ്രീതിയിലും സമയം ചിലവഴിക്കാത്ത മനുഷ്യനാണ്, അവൻ കള്ളുകുടിയനായിരുന്നു, അവൻ ചീട്ടുകളിയനായിരുന്നു, അവൻ പലിശ മേടിക്കുന്നവനായിരുന്നു, അവൻ വീഡിയോ ചിത്രങ്ങൾ ബ്ലൂ ചിത്രങ്ങളിട്ട് കണ്ടുകൊണ്ട് സുഖിക്കുന്നവനായിരുന്നു, അവൻ അവന്റെ സമയങ്ങളെ വേസ്റ്റാക്കി കളയുന്നവനായിരുന്നുവെങ്കിൽ, ആ മനുഷ്യൻ മയ്യിത്ത് കട്ടിലിൽ കിടന്നുകൊണ്ട് പറയുന്നു, യാ വൈലഹാ ഐന തദ്ഹബൂന ബിഹാ യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ വൈലഹാ, എന്റെ നാശമേ, എന്റെ കേടേ, എന്റെ വിഷമമേ, ഐന തദ്ഹബൂന ബിഹാ, നിങ്ങളെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, നിങ്ങളെന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആ മയ്യിത്ത് ആവർത്തിച്ചു വിലപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുമ്പോൾ, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. നമുക്ക് സംശയം തോന്നിപ്പോകും, എത്രയോ മയ്യിത്തുകൾ നമ്മൾ ചുമന്നുകൊണ്ടുപോയി, എത്രയോ ആളുകളുടെ ജനാസയുടെ പിന്നാലെ നമ്മൾ പോയി, ഒരൊറ്റ മയ്യിത്തും കട്ടിലിൽ കിടന്ന് നിലവിളിച്ചതായി കേട്ടിട്ടില്ല, ഒരൊറ്റ മയ്യിത്തും കരഞ്ഞതായി ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുവെങ്കിൽ, അള്ളാന്റെ ഹബീബ് പറയുന്നു, നിങ്ങൾ സംശയിക്കണ്ട, യസ്മഉ സൗതഹാ കുല്ലു ശൈഇൻ ഇല്ലൽ ഇൻസാൻ. മനുഷ്യനല്ലാത്ത, ജിന്നുകളുമല്ലാത്ത സർവസാധനങ്ങളും ആ മയ്യത്തിന്റെ കരച്ചിൽ കേട്ടുകൊണ്ടിരിക്കും. വലൗ സമിഅൽ ഇൻസാൻ, വല്ലവര് മനുഷ്യനെങ്ങാനും ആ മയ്യത്തിന്റെ കരച്ചിൽ കേട്ടുകോ പോയാൽ അപ്പോൾ തന്നെ ആ മനുഷ്യൻ ലസഖാ, അവൻ അബോധാവസ്ഥയിൽ വീഴുമെന്ന്, അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂല് പറയാ, മനുഷ്യൻ കേൾക്കില്ല. ഈ വസ്തുതയ്ക്ക് ഇന്നത്തെ അത്യന്താധുനിക ശാസ്ത്രം നമുക്ക് എത്രയോ മറുപടി നൽകുന്നുണ്ട്. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന, പരലോക ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾ ഈ വക കാര്യങ്ങളെ അന്ധമായി കണ്ണടച്ചുകൊണ്ട് നിഷേധിക്കുന്നുവെങ്കിൽ, മനുഷ്യന്റെ കാതുകൾക്ക് മയ്യത്തുകൾ കരയുന്ന കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ല. മനുഷ്യന് പലതും ഈ ഭൗതിക ലോകത്ത് മറ്റു ജീവജാലങ്ങൾക്ക് പോലും കഴിയുന്നില്ല എന്നത് ശാസ്ത്രലോകം സമ്മതിച്ചിട്ടുണ്ട്.